പുതപ്പ് വലിച്ചൂരിടാനും ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇനി നിങ്ങൾ കുറച്ച് പഠിക്കുക, ടി വി കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ശകാരിക്കാനും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായതുകൊണ്ടല്ലേ. അവരുറങ്ങാത്ത എത്ര രാത്രികളാണ് നമുക്ക് വേണ്ടി കാവലിരുന്നത്, കൂട്ടിരുന്നത്. തള്ളയെന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ? പലരും പറയാറുണ്ട്, സേദേ നീ എവിടെ വേദിയിൽ എന്ത് സംസാരിക്കുമ്പോഴും പെട്ടെന്ന് പാരൻസ് കടന്നു വരാറുണ്ടല്ലോ. ഞാനിവിടെ ഇരുന്ന് ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ രണ്ട് കഥാപാത്രമാണ് അതിന് മുന്നിലുള്ളത്. അത് ഏത് വേദിയിലും ഞാൻ പറയാതെ പോയി കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും. അതെൻ്റെ ഉപ്പയും ഉമ്മയുമാണ്. പുതപ്പ് വലിച്ചൂരിയിട്ട് പഠിക്കടാ എന്ന് നിരന്തരം പറഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളോട് ഞാൻ ഇങ്ങനെ പറയാൻ ഒരു വേദി ഒരുങ്ങി. എനിക്ക് ഉച്ചക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് ഇനി കുറച്ചു നേരം പഠിച്ചൂടെ എന്ന് ഓരോ എക്സാമിൻ്റെ തലേന്ന് എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തി. രാത്രി ഫോണിൽ കളിച്ചിരിക്കാൻ നേരത്ത്, അല്ലെങ്കിൽ അന്ന് ടി വി കാണുന്നൊരു സമയമാണ്, ഫോണിനേക്കാളും കൂടുതൽ ഫോണിൽ ഗെയിം കളിക്കും, ഫോണിനേക്കാളും കൂടുതൽ ടി വി കാണാൻ നിൽക്കും. ടി വി കാണുമ്പോൾ ടി വി കാണല്ലടാ പഠിക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 2 അക്ഷരം പറഞ്ഞു തരാൻ പറ്റി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പുതപ്പ് വലിച്ചൂരിടാനും ഉച്ചക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഇനി നിങ്ങൾ കുറച്ച് പഠിക്കുക, ടി വി കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ശകാരിക്കാനും അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായതുകൊണ്ടല്ലേ. എനിക്ക് ഈ സ്റ്റോറി പറയുമ്പോൾ ശരിക്കും എൻ്റെ തൊണ്ട ഇടറുന്നുണ്ട്. കറക്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ക്യാമറയിലൂടെ കാണുന്നുണ്ടാവില്ല. ഈ സ്റ്റോറി ഞാൻ ആ ഉപ്പയുടെ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നനയേണ്ടതുണ്ടായിരുന്നു. ഞാൻ ഈ ക്യാമറ കട്ട് ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുക്കുന്നത്. ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്ക്. നമ്മുടെ ലൈഫിൽ എന്നും രാവിലെ എഴുന്നേറ്റ് ചോറ്റുപാത്രത്തിൻ്റെ ഉള്ളിൽ ചോറാക്കി തന്നിട്ട് ഇത് കൊണ്ടുപോവാതെ പോവല്ലേ എന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയല്ലേ. ഈ ഉമ്മയുടെ സ്റ്റോറി പറയുമ്പോൾ നമ്മൾ ആരും കാണാതെ പോകുന്ന, രാത്രികാലങ്ങളിൽ നമ്മുടെ മക്കളെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കഥാപാത്രമാണ് നമ്മുടെ അച്ഛനെന്ന് പറയുന്നത്. പണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ബബിൾ ഗം, അതായത് ചൂയിങ്കം എന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഒരു പ്രത്യേക കവറിൽ ഗിൽറ്റഡ് പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് കൊണ്ടുവരും. ഉപ്പ പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് ആരോ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ആ ഒരു ബബിൾ ഗം കൊടുത്തു ഉപ്പാക്ക്. ഉപ്പ കഴിക്കാതെ എനിക്ക് വേണ്ടിയിട്ട് ഉപ്പ അത് മാറ്റി വെച്ചു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ബബിൾ ഗം നിൽക്കുന്നുണ്ട്, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് എടുത്തരാമെന്ന് പറഞ്ഞു. സംഭവം കുളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉപ്പ എടുത്തു വെച്ച ഭാഗത്ത് ആ ബബിൾ ഗം ഇല്ല. അതിൻ്റെ മേലെയുള്ള കവറുണ്ടല്ലോ, മേലെ വേറൊരു പൊതി കവറുണ്ടാവും. ആ കവറിൽ ജസ്റ്റ് മണ്ണൊക്കെ ഉണ്ട്. അന്നും എനിക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. പിന്നീടായിരുന്നു എനിക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായത്. നമുക്ക് വേണ്ടി അവർ കഴിക്കാതെ മാറ്റിവെച്ച ബബിൾഗത്തിൻ്റെ കാര്യം ഞാൻ ചെറുതായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവർ കഴിക്കാതെ എത്ര ദിനങ്ങളാണ് നമുക്ക് വേണ്ടി മാറ്റിവെച്ചത്. അവരുറങ്ങാത്ത എത്ര രാത്രികളാണ് നമുക്ക് വേണ്ടി കാവലിരുന്നത്, കൂട്ടിരുന്നത്. നമ്മളെപ്പോലെ നേരം വൈകി പഠിക്കാൻ വേണ്ടി അവരും കൂട്ടിരിക്കും. നമ്മളെക്കാൾ മുമ്പ് അലാം അടിയുന്നതിന് മുമ്പ്, റിങ് ചെയ്യുന്നതിന് മുമ്പ് അവർ നേരത്തെ എണീറ്റ് നമ്മുടെ പുതപ്പ് വലിച്ചൂരിടും. തള്ളയെന്ന് വിളിച്ചിട്ടുണ്ടാവില്ലേ നിങ്ങൾ? തള്ളയെന്ന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് കുറച്ചുകൂടി ഉറങ്ങട്ടെ എന്ന് വിളിച്ചിട്ടുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ ആ 2 കഥാപാത്രങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ. ആ 2 കഥാപാത്രങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്തായി മാറുമായിരുന്നു? നിങ്ങളുടെ ശമ്പളം ആലോചിച്ചിട്ടല്ല, നിങ്ങളുടെ ശമ്പളം കിട്ടി വരുമ്പോഴേക്കും അവർ വാർദ്ധക്യത്തിലേക്ക് പോയിട്ടുണ്ടാവും. നിങ്ങളുടെ ശമ്പളം കിട്ടി വരുമ്പോഴേക്കും അവർ വാർദ്ധക്യത്തിലേക്ക്, ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഫോണിൽ കളിക്കല്ലേ എന്ന് പറയും, ചാറ്റ് ചെയ്തിരിക്കല്ലേ എന്ന് പറയും. ഇങ്ങനെ ഒരാളില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു തന്നിട്ട് ഇത് കഴിക്കാതെ സ്കൂളിലേക്ക് നിന്നെ വിടൂല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. ഉമ്മ ഉണ്ടായത് കൊണ്ടല്ലേ. നിങ്ങൾക്ക് ടൂറ് പോകാൻ വേണ്ടി പൈസ എടുത്തു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു കഥാപാത്രം അച്ഛൻ ഉണ്ടായത് കൊണ്ടല്ലേ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഒന്ന് റേഷൻ കടയിൽ പോടാ പറഞ്ഞിട്ടുണ്ടായിരിക്കും. കളിക്കുന്ന ഈ സമയത്ത് എന്നെ റേഷൻ കടയിലേക്ക് വിട്ട ഈ ഒരു പണ്ടാര കാലനുണ്ടല്ലോ എന്ന് മനസ്സിലെങ്കിലും നിങ്ങൾ ഒരു നോക്ക് രാഗിയിട്ടുണ്ടാവില്ല. അവരുടെ സ്വന്തം വയറ് കഴിയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ മുന്നോട്ട് എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ സ്റ്റോറി വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനം ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാം. അതിൽ ഏറ്റവും നല്ല
ഒരു സംഭവം നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അത് ഫുൾ A+ ഫുൾ മാർക്ക് എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏറ്റവും നല്ല മാർക്ക് കൊടുത്തിട്ട് അവർ ഇത്രയും നാളും നമ്മളെ പോറ്റിയതിന് അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരിക്കും നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ മാർക്ക് കൊടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.